വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് വിഐപികളടക്കം 10,000-ഓളം പേരെയായിരുന്നു സംഘാടക സമിതി പ്രതീക്ഷിച്ചിരുന്നത്. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. സംഘാടകരുടെ കണക്കുകൂട്ടൽ ശരിവച്ചുകൊണ്ട് വലിയ ജനപങ്കാളിത്തമാണ് പരിപാടിയിലുണ്ടായത്. വി.എസ്. അനന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനന്തു, എങ്ങനെയാണ് വിവരങ്ങൾ? അണമുറിയാതെയുള്ള ജനപ്രവാഹം തന്നെയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗിലേക്ക് ഒഴുകിയെത്തിയത്. നിരവധി ജനങ്ങൾ ഈ കമ്മീഷനിംഗ് ചടങ്ങുകൾ കാണാൻ, പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ എത്തിയിരുന്നു. രാജ്യത്തിന്റെ അഭിമാനമായ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് എത്തിയത്. ഏകദേശം 10,000 പേരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നേരത്തെ സംഘാടക സമിതി അടക്കം പറഞ്ഞിരുന്നു. അത്തരത്തിൽ അതിനേക്കാൾ ഉപരി നിരവധി ആളുകളാണ് കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും വളരെ കർശനമായി പാലിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു പരിപാടി നടന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കർശനമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിനെത്തിയവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും എല്ലാ ഭാഗത്തും ഒരുക്കിയിരുന്നു. കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ വിവിധ ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് സുരക്ഷാ സംവിധാനങ്ങളും മുഴുവൻ പേരെയും കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനോടൊപ്പം തന്നെ എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. ഇപ്പോഴും തിരികെ പോകുന്ന ഈ ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. തിരികെയും പ്രത്യേക വഴിയിലൂടെയാണ് പോകുന്നത്. നേരത്തെ തുറമുഖത്തിന്റെ പ്രധാന കവാടത്തിന് ഒരു വശത്തുകൂടിയായിരുന്നു ഇവിടെ കയറ്റിവിട്ടിരുന്നത്. നിലവിൽ പോലീസുകാരും ജനങ്ങളും അടക്കമുള്ള ഈ പൊതുസമൂഹം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തത് തത്സമയം വീക്ഷിക്കാനായി എത്തിയ ഇവർ ഇപ്പോൾ തിരികെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ജനപങ്കാളിത്തം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് നാം കണ്ടു. വലിയൊരു വിജയമാണ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു പകരുന്ന ഒരു പദ്ധതിയായി വിഴിഞ്ഞത്തെ പൊതുജനങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ വളർച്ചയിലേക്കും വിഴിഞ്ഞം തുറമുഖം കവാടം തുറക്കുമെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്നതായിരുന്നു ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് നാം കണ്ട ജനസഞ്ചയം. ശരി, വ്യക്തമാണ്. വി.എസ്. അനന്തുവാണ് വിവരങ്ങൾ നൽകിയത്. കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ യാത്രയയക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിലേക്ക് പോകും. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 58,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 6 ദേശീയപാതകൾക്കും 1 റെയിൽവേ പദ്ധതിക്കും തറക്കല്ലിടും. 7 ദേശീയപാതകൾ ഉദ്ഘാടനം ചെയ്യും. നിയമസഭ, ഹൈക്കോടതി, പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും തറക്കല്ലിടും. ആന്ധ്രയിലെ നാഗാലൈൻഡിൽ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും.